ഇന്ന് രാവിലെയാണ് തികച്ചും അപ്രതീക്ഷിതമായി കുർവാ ദ്വീപിന് സമീപം ഒരു കാട്ടാന ഒരു മധ്യവയസ്കനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അദ്ദേഹത്തെ ഉടനെ തന്നെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് അവർ ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായും ആ രോഗിയെ പരിക്കേറ്റയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത്. എയർലിഫ്റ്റിംഗ് ചെയ്ത് കോഴിക്കോടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തതെങ്കിലും അതിനകത്ത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉള്ള ഹെലികോപ്റ്റർ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് റോഡ് വഴി മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉള്ള ആംബുലൻസിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ വരുമ്പോൾ 2 SP-മാർക്ക് കൊടുത്ത നിർദ്ദേശം റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് ഈ വാഹനത്തിന് മാത്രം പോകാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ പല ഘട്ടങ്ങളിലും അത് വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ആ കുടുംബത്തിന് വലിയ ക്ഷീണമാണ്, വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. മതിയാകുന്ന അത്ര ചികിത്സ കൊടുക്കാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നെങ്കിലും അത് ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്തെങ്കിലും വീഴ്ചയുണ്ടായി വന്നിട്ടുണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് യാതൊരു പ്രയാസവും ഈ ഗവൺമെന്റിനില്ല. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി വരെ കണ്ടെത്തി മതിയായ ശിക്ഷ നൽകുന്നതാണ്. അവിടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്. ഇങ്ങനെയൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ മാനന്തവാടി ഭാഗത്തുണ്ടായിട്ടുള്ള ആ കാട്ടാനകളുടെ ആക്രമണത്തിൽ ആ കാട്ടാനകളെ തുരത്തി അയക്കുന്ന മയക്കുവെടിവെച്ച് കൊല്ലുന്നതിനും പിടികൂടുന്നതിനുള്ള കാര്യത്തിലായിപ്പോയി. കാരണം നമ്മുടെ 200-ലധികം ഉദ്യോഗസ്ഥന്മാരാണ് ആ ദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പോരാത്തതിന് കർണാടകത്തിൽ നിന്നും 25 പേരടങ്ങിയ ഒരു സ്പെഷ്യൽ ടീമും ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാവരുടെയും ശ്രദ്ധ കഴിഞ്ഞ കുറേ ദിവസമായി ഈ മാനന്തവാടിയിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലായതുകൊണ്ട് അതുകൊണ്ട് ഇതൊട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അന്വേഷണ വിശദീകരണം കിട്ടിയതിന് ശേഷം മാത്രമേ കൂടുതലായി അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇത്ര മാത്രമാണ് പറയാനുള്ളത്.